കൃത്യമായ സമയത്ത് ഭക്ഷണം കിട്ടും. ഒത്തിരി ക്വാളിറ്റിയുള്ള ഫുഡാണ് ജയിലിൽ കിട്ടുക. ക്വാളിറ്റി ഉണ്ടാവും, ക്വാണ്ടിറ്റി ഉണ്ടാവും. അത് ടൈമിലി ആയിരിക്കും. കുളിക്കാനുള്ള സംവിധാനം ഉണ്ടാവും. ചികിത്സ ഫ്രീ ആയിട്ടുള്ള ചികിത്സ കിട്ടും. റിക്രിയേഷൻ അത്യാവശ്യം ടി വിയൊക്കെ കാണാനും എടുക്കാനും ഉണ്ട്. കുറച്ച് സൗഹൃദം ഉണ്ടാവും. പിന്നെ അവൻ്റെ പ്രശ്നങ്ങൾ കേൾക്കാനൊക്കെ ആൾക്കാരുണ്ടാവും. അപ്പോൾ അവനെ സംബന്ധിച്ച് ജയിലിന് പുറത്ത് നിൽക്കുന്നതിനേക്കാളും സൗകര്യം ഇത് കുറച്ച് പേർക്കാണ്. ഭൂരിപക്ഷമല്ല ജയിലിൽ ജയിൽ പിന്നെ അംഗീകരിക്കില്ല. ജയിലെന്ന് കേൾക്കുമ്പോൾ തന്നെ ഭയപ്പെടുന്ന ആൾക്കാരുണ്ട്. കാരണം ജയിലിൻ്റെ പൊതുവായ സാഹചര്യങ്ങളാണ്. പക്ഷേ ഹാബിച്വൽ ഒഫൻഡേഴ്സിനെ സംബന്ധിച്ച് ജയിൽ പരിചിതമാകുന്നത് കൊണ്ട്, ജയിലിനകത്ത് വന്ന് കഴിയുന്നത് കൊണ്ട് അവർക്ക് വേറെ പ്രശ്നങ്ങളോ, ജയിലിൽ ജോലി കിട്ടും, കൂലിയും കിട്ടും, ചികിത്സ ഫ്രീ ആയിട്ട് കിട്ടും, ഭക്ഷണം കിട്ടും, പാർപ്പിടം കിട്ടും. അപ്പോൾ ഒരു 10 ദിവസം ഫീസ്റ്റ് ഉണ്ടാവും. വിശേഷ ദിവസങ്ങളിൽ ഫീസ്റ്റ് ഉണ്ടാവും. ജയിലിൽ സാംസ്കാരിക പരിപാടികളുണ്ടാവും. ജയിൽ ക്ഷേമദിനാഘോഷങ്ങളുണ്ടാവും. എന്തെങ്കിലും ജോലി ഒക്കെ ചെയ്യുകയും ഇതിനോട് സഹകരിച്ച്, സംവിധാനത്തോട് സഹകരിച്ച് നിൽക്കുന്ന ആൾക്കാരെ സംബന്ധിച്ച് തോളിൽ ഒരു തലോടലും കിട്ടും. മർദ്ദനത്തിനൊന്നുമല്ല, ഒരു അംഗീകാരവും കിട്ടും. അപ്പോൾ അവനെ സംബന്ധിച്ച് പുറത്ത് കിട്ടാത്ത അംഗീകാരം ജയിലിനകത്ത് കിട്ടുന്നത് കൊണ്ട് പുറത്ത് ഉള്ള ഇതിനേക്കാളും ജയിൽ അവനെ സംബന്ധിച്ച്, എല്ലാവരെയും സംബന്ധിച്ചല്ല, ജയിൽ അവനൊരു സംതൃപ്തി, തൊഴിൽ സംതൃപ്തിയോ അല്ലാത്ത ഒരു സംതൃപ്തി കിട്ടുന്ന ഒരു സ്ഥലമായിട്ട് മാറും. മാത്രമല്ല വലിയ ശിക്ഷയും ആയിരിക്കില്ല. അവന് ഒരു 3 മാസം 4 മാസം 5 മാസം ശിക്ഷ കഴിഞ്ഞിട്ട് പോകാം, വീണ്ടും അവന് തിരിച്ചു വരാം. അങ്ങനെ കാണുന്ന ആൾക്കാരുണ്ട്.